നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഡംബരം നിറഞ്ഞ ഈ ലൈഫ് സ്റ്റൈലും ഞാൻ പ്രാർത്ഥിച്ച് നേടിയത് തന്നെയാണ്. എന്നാ ശരി സോഫി, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ആരായിരുന്നു ഫോണില്? നിധിയുടെ ശത്രുക്കളിൽ ഒരാൾ. എന്റെ ശത്രു? ഞാൻ അന്നൊരു വീട്ടിൽ ഒളിച്ച് താമസിച്ചിരുന്നില്ലേ, ആ വീട്ടിലെ ആളാ നമ്മുടെ സഹോദരത്തിന്റെ ഫ്രണ്ട്. ഓ, അവളായിരുന്നു. ഇതൊക്കെ അമ്മയുടെ സെലക്ഷൻ ആയിരിക്കുമല്ലോ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? അല്ല, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഡ്രസ്സോ അതോ ഞാനോ? നീ അണിഞ്ഞപ്പോ അതിന്റെ ഭംഗി ഒന്നുകൂടെ കൂടി. ആ പറയാൻ മറന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായി. അമ്മ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ശരിയാക്കി തന്നു, കൂടെ ഒരു ATM കാർഡും. പിന്നെ അതിൽ 2 ലക്ഷം രൂപയുണ്ടെന്നും പറഞ്ഞു. ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒപ്പം ചെറിയൊരു അസൂയ. ഒരു ഭർത്താവെന്ന നിലയില് നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള എന്റെ അവസരമല്ലേ അമ്മ ഇല്ലാതാക്കിയത്. ഇനിയിപ്പോ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയണ്ടല്ലോ, സ്വന്തമായിട്ട് ചെന്ന് വാങ്ങാൻ. വിജയുടെ എന്നോടുള്ള അവകാശവും സ്നേഹവും ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഞാൻ എന്ത് വാങ്ങിയാലും അതെല്ലാം നിധിയേട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യും. എനിക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നും നിതീശ്വരൻ തന്നെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ ക്യാഷിന്റെ ATMന്റെ ഒക്കെ കാര്യം ആരും പറയരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. അമ്മ എന്ത് പറയുന്നോ അത് അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുന്നത് നിനക്ക് നല്ലത്. ഈ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് അമ്മേ. അമ്മ അറിയാത്തോടെ ഒന്നും നടക്കില്ല. അതൊക്കെ തന്നെ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക വിജയത്തിന്റെ ഒക്കെ പിന്നില്. അതൊക്കെ നീയും കണ്ടുപഠിക്കണം. ഭാവിയിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബം ഭരിക്കാനുള്ളതാ. അല്ല, ഇതാരാ വരുന്നത്? ഇന്നലെയോ? കാദംബരി അമ്മയ്ക്ക് സുഖാണോ? ഓ, പരമ സുഖം. സുമി, സുമി മോളെ, ഇതാരാ വന്നേ നോക്ക്. ഇതായത് ഇന്നലെയോ? ഇതെന്താ ഇത്? വാ ഇരിക്കാം. ഇരിക്കാനൊന്നും നേരമില്ല അനുരാധെ. എന്തായാലും വന്ന കാര്യം ഞാൻ പറയാം. നിതീഷ് മോനെ നന്ദുവിനെയും വിരുന്നിന് വിളിക്കാനാണ് ഞാൻ വന്നത്. അച്ഛൻ വന്നില്ലേ അമ്മ? അച്ഛന്റെ കാര്യം നിനക്കറിയാലോ. നിന്നെ പോലെ തന്നെ എങ്ങോട്ടെങ്കിലും പോകാൻ വിളിച്ചാ വലിയ മടിയെ. സത്യം പറഞ്ഞാലേ ഇന്നിര ഭാഗ്യം ചെയ്ത ആളാ. 2 മക്കളെയും ഒരേ വീട്ടിൽ കല്യാണം കഴിച്ച് അയക്കാന്ന് പറഞ്ഞാലേ വലിയ കാര്യല്ലേ. 2 പേരെയും കാണാൻ നേരെ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ. അമ്മേ, അമ്മ ഇപ്പൊ വന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ മോനെ. നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ 2 പേരും വീട്ടിലേക്ക് വരണം. വിരുന്നാ. നിങ്ങളെ ക്ഷണിക്കാനാ ഞാൻ വന്നത്. നാളെയാണോ അമ്മ ഇവരുടെ വിരുന്ന്? പിന്നെ സുമി, നാളെ ഇവരുടെ കൂടെ നീയും കൂടെ അങ്ങോട്ട് വന്നേക്കണം. പിന്നെ ഗിരിയോടൊന്ന് പറഞ്ഞേക്കണം. അറിയണ്ടേ? ഗിരിക്കൊക്കെ എവിടെ വരാൻ നേരം. സത്യമായിട്ടും ഓഫീസിൽ തിരക്കാന്നും പറഞ്ഞ് അവൻ ഒഴിയും. എന്നുപോലെ ഇന്നലെ സുമി നിനക്ക് പിടിപ്പില്ലാത്തവളായത്. ഈ കുടുംബം ഇത്രയും കാലം ഇങ്ങനെ ഓടിപ്പോയത് അവളുടെ ഒരുത്തിയുടെ പിടിപ്പ് കൊണ്ട് മാത്രമല്ലേ? ഓ തുടങ്ങി. അല്ലേലും എനിക്കറിയായിരുന്നു. പണ്ടേ സുമിയെ പറഞ്ഞ ചന്ദ്രേട്ടന് പിടിക്കില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി,
കാര്യങ്ങളുടെ കിടപ്പുവശം ഒക്കെ നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ചന്ദ്രേട്ടാ. അനുരാധയ്ക്ക് ന്യായമായും നന്ദുവിനോടല്ലേ താല്പര്യം കൂടുതലുണ്ടാവുക. അവളല്ലേ നിതീഷിന്റെ ഭാര്യ. അനുരാധയുടെ മോൻ നിതീഷല്ലേ, ഗിരിയല്ലല്ലോ. അങ്ങനൊരു വ്യത്യാസം അവർക്കുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ എന്നാ അതുണ്ട്. എനിക്കും ഈ അടുത്തിടെ അത് മനസ്സിലായത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അനുരാധയെ ചന്ദ്രേട്ടാ. നന്ദു കാരണം നമുക്ക് ആ കുടുംബത്തിൽ ഇപ്പൊ വലിയ വിലയായി. അതൊക്കെ നിൽക്കട്ടെ, നാളത്തെ വിരുന്നിന് നീ ഗിരിയും സുമിയും ക്ഷണിച്ചോ? അതോ വിലയും മതിപ്പും ഒക്കെ അളക്കുന്നതിന്റെ ഇടയ്ക്ക് അതും മറന്നോ? ആ വിളിച്ചു. നാളെ നിതീഷ് മോനെ നന്ദുവും വരുമ്പോ കൂടെ വന്നേക്കണമെന്ന് ഞാൻ സുമിയോട് പറഞ്ഞിട്ടുണ്ട്. ഗിരിയോട് അവള് പറഞ്ഞോളൂ. ഞാനൊന്ന് നടു നിവർത്തട്ടെ. നാളെ അടുക്കളയിൽ പിടിപ്പത് പണിയുള്ള ദിവസമാ. എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. അതെ, പുസ്തകമൊക്കെ മടക്കി കിടക്കാറാവുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയാനുള്ളത്? ഗിരിക്ക് നാളെ ഉച്ചയ്ക്ക് എന്താ പരിപാടി? നാളെ വേറെന്താ, ഓഫീസ് ജോലി തന്നെ. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഫ്രീ ആവാൻ പറ്റുമോ? നീ കാര്യം പറ സുമി, എന്നിട്ട് പറയാൻ ഫ്രീ ആവാൻ പറ്റൂല. നാളെ നന്ദുവിനും നിതീഷിനും എന്റെ വീട്ടിലൊരു വിരുന്ന് കൊടുക്കുന്നുണ്ട്. അവര് പുതുമോടിയല്ലേ, അവർക്ക് വിരുന്ന് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മളെ കൂടെ വിളിച്ചിട്ടുണ്ട് അമ്മ. ഞാനില്ല, എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒറ്റയടിക്ക് പറ്റില്ലെന്ന് പറയില്ലേ ഗിരി? പിന്നെ ഞാൻ എന്തു പറയണം സുമി? ആ വെറുക്കപ്പെട്ടവന്റെ കൂടെ വന്നിരുന്ന് സദ്യ ഉണ്ടാവുന്നോ? മറ്റെവിടെ അല്ലല്ലോ ഗിരി, എന്റെ വീട്ടിലല്ലേ. എന്റെ അമ്മ ഇന്നിവിടെ വന്നിരുന്നു. വിരുന്നിന് നമ്മളെയും കൂടെ ക്ഷണിച്ചിട്ടാ പോയത്. പോവാതിരുന്ന അവർക്ക് എന്ത് തോന്നും? ഈ ചോദിക്കുന്നതിന്റെയൊക്കെ ഉത്തരം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ സുമി? ഗിരി, ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഗിരി നാളെ വരണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ശരിക്കും ബുദ്ധിമുട്ടിലാവുന്നത് ഗിരിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഗിരി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. ഇപ്രാവശ്യത്തെ കൂടി എനിക്ക് വേണ്ടി ഗിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. ആ ശരി, ഞാൻ വരാം. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.